കേരള വിഷൻ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ സതീഷ് ഗുരുവായൂർ. ടേക്ക് വൺ ഓക്കെ എന്ന ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറാണ്. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൽബങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് എൻ്റെ ആൽബം ഞാൻ ചെയ്തത് പീതാംബരമാണ്. അത് ഈ ചെമ്പൈ സംഗീതോത്സവത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. പിന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ ടേക്ക് വൺ ഓക്കെയാണ്. ടേക്ക് വൺ ഓക്കെ ചെയ്യാൻ കാരണം നല്ലൊരു കഥയായിരുന്നു ടേക്ക് വൺ ഓക്കെയുടെ. അതായത് ഇന്ന് മനുഷ്യന്മാരനുഭവിക്കുന്ന ദുരിതങ്ങളാണ് ടേക്ക് വൺ ഓക്കെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ഞാൻ ഈ കഥയെക്കുറിച്ച് ക്യാമറാമാനായ സാജൻ ആൻ്റണിയോട് പറഞ്ഞപ്പോൾ സതീഷ് ഏട്ടാ നല്ല കഥയാണ്, സതീഷ് ഏട്ടൻ ധൈര്യമായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടി. അപ്പോഴാണ് ആരെയാണ് ഇതിൽ നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ടത് കഥ കേട്ടപ്പോൾ കഥാപാത്രത്തിന്. അപ്പോഴാണ് കൃഷ്ണനാട്ടത്തിലെ റിട്ടയർഡ് ചെയ്ത കോസ്റ്റ്യൂം മേക്കർ ആശാൻ ശില്പി ആശാനെ കാണുകയാണ്. അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിൽ പ്രധാന വേഷം ചെയ്തത്. അദ്ദേഹം ഇത് നന്നായി ചെയ്യുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്ന ഈ പഴം പച്ചക്കറികൾ അന്യനാട്ടിൽ നിന്ന് വരുന്നു. അതിൽ മുഴുവൻ വിഷമാണ്. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് കഴിക്കാൻ കഴിയുന്നില്ല. ഇത്രയ്ക്കധികം സ്ഥലമുള്ള നമ്മുടെ നാട്ടിൽ നമുക്ക് നട്ടു വളർത്താൻ പോലും കഴിയാത്തൊരു സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തുകാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിഷം തിന്നെയാണ് ഇപ്പോൾ കണ്ട അസുഖങ്ങൾ വരുത്താൻ വേണ്ടി ഈ വിഷം തിന്ന് സകല അസുഖങ്ങളും ഇന്ന് ഈ പഴം പച്ചക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്നതിനുണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി നമ്മൾ ജൈവ കൃഷി ചെയ്ത് നല്ല രീതിയിൽ നല്ല പഴം പച്ചക്കറിയിൽ നിന്ന് നമുക്ക് ആരോഗ്യം നിലനിൽക്കും. അപ്പോൾ ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടേക്ക് വൺ ഓക്കെ ഞാൻ ചെയ്തത്. പിന്നെ ഇന്നത്തെ ദാരിദ്ര്യം, കർഷകർ അനുഭവിക്കുന്ന ദാരിദ്ര്യം, ഇതൊക്കെയാണ് ഈ ടേക്ക് വണ്ണിനെ എടുക്കാനും ജനങ്ങളിലെത്തിക്കാനും എനിക്ക് കഴിഞ്ഞത്. എന്തായാലും ഇങ്ങനൊരു അവസരം കേരള വിഷൻ എനിക്ക് തന്നതുകൊണ്ട് വളരെ നന്ദിയുണ്ട്. എന്തായാലും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കരികൊട്ടിപ്പൂട്ട വിറക്കണതും പച്ചിരി കണ്ട് അമ്പരമായി കടങ്ങളുണ്ട് സൂര്യൻ സൂര്യൻ അമ്പോ അമ്പോ ഉഴവ് കഴിഞ്ഞ് നടകാലേ കതിരുളഞ്ഞു നീയും പാടത്തമ്മേ കതിരുകൾ കൊത്താൻ എന്താ വില? 20 തനി നാടനാ. വിലയിലൊക്കെ എന്തായാലും കുറച്ച് തരാ. കണ്ടു ഞാൻ. ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ആർഎംപിടി സിന്ദാബാദ് ആർഎംപിടി സിന്ദാബാദ്
എന്താ ഒരു ജാഥ നാളെ ഹർത്താലുണ്ടാവോ? ഹർത്താലൊന്നും ഉണ്ടാവില്ല. ഇത് ഏതാ കർഷകരുടെയാണ്. ഇത് കേരള കേസൊന്നല്ല. എന്താ ഹർത്താലുണ്ടായിട്ട്? ഉണ്ടായി നാളെ പണിക്ക് പോകണ്ടല്ലോ. പൈസ അല്ലേ നാളെ തരില്ലേ? ഇറങ്ങില്ലേ? ഇറങ്ങ്. അല്ലാത്തൊരു കഷ്ടായത്. അവരെത്തിയിട്ടില്ല. അമ്മച്ചി അപ്പച്ചൻ വന്നു. തെങ്ങിന്റെ മടല് ഓരോന്നായി പെരക്കകത്ത് വീണോണ്ടിരിക്കുക. മഴ പെയ്ത അകത്ത് മുഴുവൻ വെള്ളാവും. വീഴാൾ നോക്കാണ്ട് വീഴട്ടെ. എല്ലാത്തിനും വണ്ടിന് ബാധിച്ചിരിക്കുക. ഈ തെങ്ങിനും. ആ കലികാലം അരി അതിലില്ല. എന്ത് ചെയ്യാനാ? ഇന്ന് കച്ചവടം നടന്നില്ല എലിക്കുട്ടി. ഈ കിഴങ്ങ് ആർക്കും വേണ്ട. എല്ലാവർക്കും എന്തു വിലയായാലും സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളെ വേണ്ടു. കൃഷിക്കാർ കൊടുത്ത വിലയില്ല. വലിയ വലിയ കമ്പനിക്കാരെ മാർക്കറ്റൊക്കെ പിടിച്ചടക്കുന്ന നേതാവ് കണാരം പറയണത് ചുരം ഇടിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആദിവാസികളെയും കണ്ടില്ല. കരയണ്ട, കഴിക്കാൻ ഈ കിഴങ്ങെങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ട് സമാധാനിക്കാം. ആ ഇന്ന് കുറച്ച് വിരുന്നേരുണ്ടേ. റേഷൻ കടയിലാണെങ്കിൽ അരിയില്ല. APL കാർഡ് BPL കാർഡ് ആക്കാൻ അധികാരിയുടെ പിന്നാലെ നടന്നു തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. കർഷകരത്നം ഔസേപ്പച്ചനെ പാവങ്ങളുടെ ലിസ്റ്റ് പെടുത്താൻ പറ്റുമോ? നാളെയാണ് അവസാന ദിവസം. നാളെ കഴിഞ്ഞ മഴ പെയ്യോ? സാറേ ഇവിടെ ഇത്രയൊക്കെ സ്ഥലമുള്ളൂ. ഇവിടെ ഇരിക്കാം. ആവശ്യത്തിന് വെളിച്ചമൊക്കെ ഉണ്ട്. വെളിച്ചം കിടക്കാത്തത് അകത്താ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. വർഗീസ് മാപ്പിള നിങ്ങളോട് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടാവൂലോ. ഇവിടെ ഞാനും എൻ്റെ കെട്ടിയോളും മോളും മാത്ര. എലിക്കുട്ടിയേ, മോളുടെ പേര് സിസിലീന.
ഇവള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പഠിപ്പില്ലെങ്കിലും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ മിടിക്കുക. എൻ്റെ മോളായതുകൊണ്ട് പറയല്ല, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. പക്ഷേ എനിക്ക് ഈ മണ്ണിനെ സ്നേഹിക്കാനേ സമയം കിട്ടിയുള്ളൂ. അല്ല, അതിൽ ഇവർക്കും പരാതികളൊന്നുമില്ല. അല്ലെങ്കിലും ഒരു കല്യാണപ്പെണ്ണിന് ചേരുന്ന യോഗ്യതയല്ലല്ലോ. എല്ലാവർക്കും കാശല്ലേ വേണ്ടത്. ഏലിക്കുട്ടിയെ, കടുങ്കാപ്പി എടുത്തോളൂ. ഞാൻ മധുരം കാണില്ല. വേണ്ട വേണ്ട, ഞങ്ങൾ കഴിച്ചിട്ട് വന്നേ. കുറച്ച് പുഴുങ്ങിയ കപ്പ എടുത്താലോ? നാടനാ. വേണ്ട. അല്ലെങ്കിലും ഇന്ന് എല്ലാവരും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്ന കീടനാശിനി തെളിച്ച പഴങ്ങളും പച്ചക്കറികളും ശീലിച്ചു പോയി. ഈ കീടനാശിനി മൂലം ഉണ്ടാകുന്ന മാരക രോഗങ്ങൾ മനുഷ്യൻ തിരിച്ചറിയുന്നില്ലല്ലോ എന്നോർത്ത് പറഞ്ഞതാ. അല്ല, ഔസേപ്പച്ചന്റെ ഇവിടെ എത്ര സ്ഥലമുണ്ട്? ആ വേലിക്കപ്പുറത്ത് കാണുന്ന 2 ഏക്കർ സ്ഥലം എന്റേതായിരുന്നു. പിന്നെ 1.5 ഏക്കർ പാടം ഉണ്ടായിരുന്നു. 2 പെൺമക്കളെ കെട്ടിച്ചു വിടാൻ എല്ലാം വിട്ടു തെളിച്ചു. ശ്രീധനം. അന്നൊക്കെ ഇവിടെ മുഴുവൻ മുളകും വാഴയും കപ്പയും ചേമ്പും എന്നു വേണ്ട എല്ലാ പച്ചക്കറികളും ഉണ്ടായിരുന്നു. ഇനി ഈ മണ്ണിൽ എന്തു നട്ടിട്ടും കാര്യമില്ല. പുതിയ തരം വിത്തുകളും രാസവളങ്ങളും ഈ ഭൂമിയെ നശിപ്പിച്ചു. നിങ്ങൾ വാ, ഇനിയും കാണാനുണ്ട്. യന്ത്രങ്ങൾ മത്സരിക്കുക. ഇവിടെ ഉഴുന്നു. മറ്റിടങ്ങളിൽ കോൺക്രീറ്റ് തൂണുകൾ ഉയർത്താൻ പാടം നിർത്തും. വികസനമാണ്. മണ്ണിന്റെ മണമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇത് രാസവളത്തിന്റെ ഗന്ധ. അല്ലേലും ഭൂമി നിറയെ മനുഷ്യൻ നിമിഷം നടക്കിയല്ലോ. വരൂ. കാളകൾ എവിടെയാ രാഘവ? കാളകൾ ഒന്നിനെ വണ്ടി ഇടിച്ചു. ഓ, അത് ചത്തു ഔസേപ്പച്ച. 10 വർഷമായിട്ട് ഞാൻ നോക്കുന്ന കാളകളാ. പൊള്ളാച്ചി ചന്തേന്ന് 1 വർഷം പ്രായമായ കാളകളെ കൊണ്ടുവന്നതും ഇത്രയും കാലം നോക്കിയതും ഒക്കെ ഞാനാ. ഇനി പുതിയൊരെണ്ണത്തിന് വാങ്ങുന്നില്ലെന്നാ മുതലാളി പറഞ്ഞ്. അതുകൊണ്ട് ഈ നുകവും കലപ്പയും എനിക്ക് തന്നു. മുമ്പൊക്കെ യന്ത്രങ്ങൾക്ക് പകരം കാളകളാണ് നില ഉഴുതിയിരുന്നത്. ഭൂമിയുടെ മനസ്സറിഞ്ഞ പോലെ മണ്ണിളക്കുമായിരുന്നു. ആരെന്തു പറഞ്ഞാലും ഈ യന്ത്രങ്ങൾക്ക് അതിന് കഴിയില്ല. ഇന്നിപ്പോ ഈ കാളകളൊക്കെ ഒരു കാഴ്ച വസ്തുവായി. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൃഗമുണ്ടായിരുന്നെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. അല്ല, നിങ്ങൾ കാളകളെ നില ഉഴുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, സിനിമയിൽ. മുതലാളിയുടെ കാളകളും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൂടെ. ആ, അവറ്റകളുടെ തീറ്റക്കൊക്കെ ഇപ്പൊ എന്താ വില? ഈ 4 കാലികൾ വളർത്തുന്നത് എല്ലാവരും നഷ്ടാണെന്നാ പറയണത്. ഇന്നാ ക്ഷീര കർഷകന് വല്ലതും കിട്ടുന്നുണ്ടോ? അതുമില്ല. ഇനി ഇതൊന്നും കാണാനും അനുഭവിക്കാനും പറ്റിയില്ലെങ്കിലോ? അതൊന്നും എടുത്തേ രാഘവ. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ഈ മഴയിലൊന്ന് നനഞ്ഞൊലിച്ചു നിൽക്കാം. ഔസേപ്പച്ചോ, ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? ഒരു നിമിഷം ഞാൻ എല്ലാം മറന്നു. മാനവരുണ്ടാൽ പണ്ടൊക്കെ മനസ്സിൽ മഴ പെയ്യുമായിരുന്നു. പിന്നെ അതൊരു ആഘോഷ. ആ കൊയ്ത്തുകാലം വരെ നീളും. ഇന്നിപ്പോ ആര് കൃഷി ചെയ്യാനാ? കൃഷി ചെയ്തില്ലെങ്കിലും ഈ വരമ്പുകൾ തകരാൻ പാടില്ല. വയലുകളെയും മനുഷ്യരെയും ബന്ധിപ്പിക്കുന്ന ഞരമ്പുകൾ. സമയം കുറെ, അവരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ദാ തീർന്നു.
വാ പോവാ. പോട്ടെ. മോളെ എലിക്കുട്ടി, മോൾക്ക് നൊന്തോ? അവരൊക്കെ ആരാ അപ്പച്ച? അവരെയൊക്കെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഒന്നും നൽകാതെ എങ്ങനെയാ പറഞ്ഞയക്കുക? അവരത്ര നല്ല ആളുകളൊന്നല്ല അപ്പച്ച. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുക മോളെ. നമ്മുടെ രക്ഷകരായിട്ട് കർത്താവ് പറഞ്ഞു വിട്ടത് അവരെ. അപ്പച്ചൻ കർഷകരത്നം ബഹുമതി ലഭിച്ച ആളല്ലേ. എന്റെ കഥ അവർക്ക് പൂർണ്ണമായിട്ടും അറിയണം. അതിനെ അവരെനിക്കിട്ടിരിക്കുന്ന വില വളരെ വലുതാ. ഞാൻ ആദ്യം വിചാരിച്ച ഇവളെ പെണ്ണ് കാണാൻ വന്നതാന്ന്. ഇതൊരു നിസ്സാര കാര്യ. ഞാനൊന്ന് നന്നായിട്ട് അഭിനയിക്കണം, കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം, എല്ലാ കർഷകർക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായി അവതരിക്കുക. അത്രയുള്ള കാര്യം. അപ്പച്ചന് അഭിനയിക്കാൻ പോവാണോ? ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത ആളാ. അവരോട് വിശദീകരിച്ചുകൊണ്ട് അഭിനയിക്കാൻ പോകുന്നേ. ഓ, അപ്പൊ പത്രക്കാരാണല്ലേ? രണ്ടുപേരും ഇതിലൊന്ന് ഒപ്പിട്ടെ, സാക്ഷികളായിട്ടാ. എല്ലാം കഴിഞ്ഞാൽ കിട്ടാനുള്ളതിന് നമുക്കൊരു ഉറപ്പ് വേണ്ടേ? രണ്ടുപേരും ഇതിലൊന്ന് ഒപ്പിട്ടെ. ബാക്കി ചേർക്കേണ്ടതൊക്കെ അവരെഴുതി ചേർത്തോളും. അവര് പറയുന്നത് കേട്ടാലേ നമുക്ക് രക്ഷയുള്ളൂ. എലിക്കുട്ടി ഔസേപ്പച്ചോ, ദേ വന്നു. എലിക്കുട്ടിയെ ആ കിഴങ്ങ് കണ്ടെടുത്തോളൂ. ഞാൻ റെഡി സാറേ. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇവരെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റിയ സാറേ. നശിപ്പിച്ചു. ഇതൊരു ലൈവ് പ്രോഗ്രാം ആണെന്ന് ഞാൻ കളവനോട് പറഞ്ഞല്ലേ. ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ തരുന്നേ ഓശാരത്തിനൊന്നുമല്ല, ഒരു കർഷകന്റെ ആത്മഹത്യ ലൈവായി കാണാൻ തന്നെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 1000 കർഷകർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്ന ഒരു ധീരനായ കർഷകനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്നാലേ അധികാരികളുടെ കണ്ണു തുറക്കൂ. ടിവിയിൽ മുഖം കാണിക്കാൻ 1000 കർഷകരെ കിട്ടാഞ്ഞിട്ടല്ല നിങ്ങളെ തിരഞ്ഞെടുത്തത്.
നിങ്ങളുടെ കഥ മാത്രം കേട്ടുകൊണ്ട് ഞങ്ങൾ തരുന്ന 3 ലക്ഷം നാളെ ബാങ്കിൽ കൊണ്ടുപോയി അടച്ചില്ലെങ്കിലേ നിങ്ങളുടെ ഭാര്യയും മകളും വഴിയാതരാവും. തെരുവിലൊരു പട്ടിയെ പോലെ നിങ്ങൾ അലയും. കൂടെ പ്രായം തികഞ്ഞൊരു പെണ്ണ, അറിയാലോ. തുടങ്ങാം. ക്യാമറ റെഡി. ഈ വരമ്പുകൾ തകരാൻ പാടില്ല. എല്ലാവരും രക്ഷപ്പെടണം. ഗുഡ്. അടിപൊളി. ഓക്കേ. പ്രപഞ്ച സത്യത്തിൽ ഇങ്ങനെ ഒറ്റ ടേക്കിൽ സംഭവിക്കുന്നത് മരണം മാത്രമാണ്. ടേക്ക് 1. ഓക്കേ. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കൈകൾ വെച്ചു. ഇതൊരു കർഷകന്റെ ആത്മഹത്യയാണ്. കടക്കിണിയിലകപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഔസേ ബച്ചൻ എന്ന കർഷകന്റെ ദാരുണമായ അന്ത്യമാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ധരായ അധികാരികൾ ഇത് കണ്ടിട്ടെങ്കിലും കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കാതെ റെക്സോ എന്ന പുതിയ ചാനൽ ഇനിയും ഇതുപോലുള്ള ലൈവ് പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിലെത്തുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട്ടെ കോതച്ചിറയിൽ നിന്നും ക്യാമറമാൻ സിജു വട്ടപ്പാറയ്ക്കൊപ്പം സുനിൽ ലക്ഷ്മൺ, റെക്സോ TV. This program is sponsored by Pepsi Chemical Private Limited. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഹരിത വിപ്ലവത്തിന്റെ നായകൻ പെപ്സോസിസ് കെമിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ്. കേരള വിഷൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2015. ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് കാലിക പ്രസക്തിയുള്ള സൃഷ്ടികൾ ക്ഷണിക്കുന്നു. ദി പ്രൊഡ്യൂസർ, കേരള വിഷൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. ഫോൺ നമ്പർ 8086897017.